Okay, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. A vertical sheet pile wall is installed in an anisotropic soil having coefficient of horizontal permeability Kh and coefficient of vertical permeability Kv. അല്ലേ, ജിയോടെക്നിക്കൽ ക്വസ്റ്റ്യൻ ആണ്. In order to draw the flow net for the isotropic condition, embedment depth of the wall should be scaled by a factor of dash without changing the horizontal scale. Okay, ഞാൻ ഓപ്ഷൻസ് ഇവിടെ എഴുതാം. ഓപ്ഷൻ എ root of Kh by Kv. Option B is root of Kv by Kh. Option C is 1. Option D is Kh by Kv. Okay? അപ്പോൾ നമുക്കിവിടെ എന്തെഴുതാം? വെർട്ടിക്കൽ ഷീറ്റ് പൈൽ വാൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി അനൈസോട്രോപിക് സോയിൽ ഹാവിങ് കോഎഫിഷ്യന്റ് ഓഫ് ഹൊറിസോണ്ടൽ പെർമിബിലിറ്റി Kh ആൻഡ് Kv. ഇത് കണ്ടുപിടി. ഇത്ര പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഇക്വേഷൻ ഓർമ്മ വരും അല്ലേ? ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ടി ഇൻറ്റു റൂട്ട് ഓഫ് കെ എക്സ് ബൈ കെ വൈ. ഇതാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ഇനി ഇതിനെ കെ എക്സും കെ വൈനെ ഞാൻ ഇൻ്റർചേഞ്ച് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് കെ എച്ച് ബൈ കെ വി അല്ലേ? So the answer is A, Kh by Kv. Okay, okay. Next ക്വസ്റ്റ്യനിലേക്ക് പോവാം. Okay, നമുക്ക് it is without changing the horizontal scale. So ആൻസർ നമ്മൾ root of Kh by Kv എന്ന് കണ്ടുപിടിച്ചു. So നമുക്കിവിടെ ഒന്ന് നോക്കാം. For a steady state homogeneous anisotropic system can be mathematically transformed into isotropic system by coordinate transformation, creating what is sometimes called a transformed section. ജസ്റ്റ് ആ ഒരു സെൻറ്റൻസ് അവിടെ പറഞ്ഞതേ ഉള്ളൂ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ റീസൺസ് ഓഫ് ദ നോൺ യൂണിഫോം ഇലാസ്റ്റിക് സെറ്റിൽമെൻറ്റ് പ്രൊഫൈൽ ബിലോ എ ഫ്ലെക്സിബിൾ ഫൂട്ടിംഗ്. ഒരു ഫ്ലെക്സിബിൾ ഫൂട്ടിങ്ങിൻ്റെ അടിയിലുള്ള കാര്യമാണ് ചോദിക്കുന്നത്. ആ ഒരു നോൺ യൂണിഫോം ഇലാസ്റ്റിക് സെറ്റിൽമെൻറ്റ് പ്രൊഫൈൽ ബിലോ എ ഫ്ലെക്സിബിൾ ഫൂട്ടിംഗ് റെസ്റ്റിംഗ് ഓൺ എ കൊഹഷൻലെസ് സോയിൽ while subjected to uniform loading are variation of friction angle along the width of the footing, variation of soil stiffness along the width of the footing, variation of friction angle along the depth of the footing, variation of soil stiffness along the depth of the footing. So the answer is A, B and D. Variation of friction angle along the width of the footing, variation of friction angle along the depth of the footing and variation of soil stiffness along the depth of the footing. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നമുക്കതിൻ്റെ കുറച്ച് തിയറി പോർഷൻസ് നോക്കാം. ദ നോൺ യൂണിഫോം ഇലാസ്റ്റിക് സെറ്റിൽമെൻറ്റ് പ്രൊഫൈൽ. ഓക്കെ, ആ ഒരു നോൺ യൂണിഫോം ഇലാസ്റ്റിക് സെറ്റിൽമെൻറ്റ് പ്രൊഫൈൽ എവിടെ? ബിലോ എ ഫ്ലെക്സിബിൾ ഫൂട്ടിംഗ് റെസ്റ്റിംഗ് ഓൺ എ കൊഹഷൻലെസ് സോയിൽ സബ്ജക്റ്റഡ് ടു യൂണിഫോം ലോഡിംഗ് ഈസ് ഡ്യൂ ടു നോൺ ലീനിയർ ബിഹേവിയർ ഓഫ് ദ സോയിൽ. ഒബ്വിയസ്ലി അതാണെന്ന് നമുക്കറിയാം. വെൻ എ ഫ്ലെക്സിബിൾ ഫൂട്ടിംഗ് ഈസ് പ്ലേസ്ഡ് ഓൺ എ കൊഹഷൻലെസ് സോയിൽ, ഒരു കൊഹസീവ് അല്ല കൊഹഷൻലെസ് സോയിലിൽ ഒരു ഫ്ലെക്സിബിൾ ഫൂട്ടിംഗ് പ്ലേസ് ചെയ്യുമ്പോൾ സോയിൽ ഡീഫോംസ് നോൺ ലീനിയർലി ഡ്യൂ ടു സോയിൽസ് ലോ ഷിയർ സ്ട്രെങ്ത്. സോയിലിൻ്റെ ലോ ഷിയർ സ്ട്രെങ്ത് കാരണം ആ സോയിൽ നോൺ ലീനിയർ ആയിട്ട് ബിഹേവ് ചെയ്യും. ദിസ് ലീഡ്സ് ടു ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ്. അത് കാരണം ഒരു ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് ഉണ്ടാവുകയും വെർ ദ സോയിൽ സെറ്റിൽസ് മോർ നിയർ ദ എഡ്ജ് ഓഫ് ഫൂട്ടിംഗ് ദാൻ ഇൻ ദ സെൻറ്റർ. ആ സെൻറ്റർ ഓഫ് ദ ഫൂട്ടിങ്ങിനേക്കാളും നിയർ ദ എഡ്ജസിൽ സോയിൽ നന്നായിട്ട് സെറ്റിൽ ആവും. നോൺ യൂണിഫോം സെറ്റിൽമെൻറ്റ് പ്രൊഫൈൽ ഈസ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ, ആ ഒരു നോൺ യൂണിഫോം സെറ്റിൽമെൻറ്റ് പ്രൊഫൈൽ ബിലോ ദ ഫ്ലെക്സിബിൾ ഫൂട്ടിംഗ് ഈസ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ ഫൂട്ടിംഗ് ആസ് വെൽ ആസ് ഇൻറ്റൻസിറ്റി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അപ്ലൈഡ് ലോഡ്. ആ ഒരു ഫൂട്ടിങ്ങിൻ്റെ സൈസ് ആൻഡ് ഷേപ്പിനെയും അല്ലെങ്കിൽ അപ്ലൈഡ് ലോഡിൻ്റെ ഇൻറ്റൻസിറ്റിനെയും ഡിസ്ട്രിബ്യൂഷനെയും അത് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ ഓക്കെ ഇനി അഡീഷണലി സോയിൽസ് കംപ്രസിബിലിറ്റി ആൻഡ് ഡീഫോമേഷൻ ക്യാരക്ടറിസ്റ്റിക്സ്. സോയിലിൻ്റെ ആ ഒരു കംപ്രസിബിലിറ്റിയും ഡീഫോമേഷൻ ക്യാരക്ടറിസ്റ്റിക്സും പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ഡിറ്റർമൈനിങ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സെറ്റിൽമെൻറ്റ്. സെറ്റിൽമെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡിനെയും ഡിസ്ട്രിബ്യൂഷനെയും നമ്മുടെ സോയിൽസിൻ്റെ കംപ്രസിബിലിറ്റിയും ഡീഫോമേഷൻ ക്യാരക്ടറിസ്റ്റിക്സും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. Soil's compressibility characterized by its compression index affect the rate of settlement while shear strength characterized by friction angle. Compressibility characterized by compression index shear strength characterized by friction angle ആണ്. Shear strength affects distribution of the soil settlement ആണെങ്കിൽ compressibility affect rate of settlement ആണ്. Okay,
സോയിൽസ് കംപ്രസിബിലിറ്റി അഫക്റ്റ് വാട്ട്? റേറ്റ് ഓഫ് സെറ്റിൽമെൻറ്റ് ആണെങ്കിൽ സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്ത് എന്തിനെ അഫക്റ്റ് ചെയ്യും? സോയിൽ ഷിയർ സ്ട്രെങ്ത് അഫക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സെറ്റിൽമെൻറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുന്നത് ആ സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെറ്റിൽമെൻറ്റ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ സ്ക്വയർ ഫൂട്ടിംഗ് ഈസ് ടു ബി ഡിസൈൻഡ് ടു ക്യാരി എ കോളം ലോഡ് ഓഫ് 500 kilonewton which is resting on a soil stratum having the following average properties. ബൾക്ക് യൂണിറ്റ് വെയിറ്റ് പറഞ്ഞിട്ടുണ്ട് 19 kN/m³, ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ 0 degree, കൊഹഷൻ 25 kPa, കൺസിഡറിംഗ് ദ ഡെപ്ത് ഓഫ് ദ ഫൂട്ടിംഗ് ആസ് 1 meter ആൻഡ് അഡോപ്റ്റിംഗ് മേയർഹോഫ്സ് ബെയറിംഗ് കപ്പാസിറ്റി തിയറി വിത്ത് എ ഫാക്ടർ ഓഫ് സേഫ്റ്റി 3, വിഡ്ത്ത് ഓഫ് ദ ഫൂട്ടിംഗ് ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, റൗണ്ടഡ് ഓഫ് ടു 1 decimal place എന്ന് പറഞ്ഞിട്ടുണ്ട്. അസ്യൂം ആപ്ലിക്കബിൾ ഷേപ്പ് ആൻഡ് ഡെപ്ത് ഫാക്ടർ വാല്യൂസ് ആസ് യൂണിറ്റി. അല്ലേ, ഷേപ്പ് ഫാക്ടറും ഡെപ്ത് ഫാക്ടറും ഒക്കെ യൂണിറ്റി ആയിട്ട് അസ്യൂം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രൗണ്ട് വാട്ടർ ലെവൽ അറ്റ് എ ഗ്രേറ്റർ ഡെപ്ത് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോബ്ലം വളരെ ഈസി ആയിട്ടാണ് അവർ നമുക്ക് തന്നേക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? ആസ് പെർ മേയർഹോഫ്സ് ബെയറിംഗ് കപ്പാസിറ്റിയാണ് ചോദിച്ചേക്കുന്നത്. സോ ഞാൻ മേയർഹോഫ്സ് ബെയറിംഗ് കപ്പാസിറ്റി ഇക്വേഷൻ എഴുതുവാണ്. ആസ് പെർ മേയർഹോഫ്സ് തിയറി ഓക്കെ, മേയർഹോഫ്സ് തിയറി വെച്ചിട്ടാണ് ഞാൻ എഴുതുന്നത്. ദാറ്റ് ഈസ് ക്യു യു ഇസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം? CNC ഇവിടെ കുറച്ചുണ്ട് പ്ലസ് QNQ പ്ലസ് 0.5 B ഗാമ N ഗാമ. ഓക്കെ, അപ്പം ഞാൻ ആ അഡീഷണൽ സാധനം എഴുതുവാണ്. നമ്മുടെ എന്താണ് പറഞ്ഞേക്കുന്നത്? ഷേപ്പ് ഫാക്ടറും ഡെപ്ത് ഫാക്ടറും ഒക്കെ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്ത് എഴുതുക. SC DC IC. അപ്പോൾ ഇവിടെ എന്ത് വരും? SQ DQ IQ. ഇവിടെ എന്ത് വരും? S ഗാമ D ഗാമ N ഗാമ. ഓക്കെ, അപ്പോൾ നമ്മുടെ 50 എന്നാണ്. ബിക്കോസ് എന്താണ് നോക്കിയേ, ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ 50 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 50 ഡിഗ്രിയിൽ നമുക്ക് എന്ത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്? നമ്മുടെ ഓക്കെ, NC NQ N ഗാമയുടെ വാല്യൂ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. NC is equal to ബെയറിംഗ് കപ്പാസിറ്റി ഫാക്ടേഴ്സ് 5.14, NQ 1 എന്നും പഠിച്ചിട്ടുണ്ട്, N ഗാമ 0 ആണെന്നും പഠിച്ചിട്ടുണ്ട്. എവിടെ? 5 is equal to 0 എന്ന് പറയുന്ന കേസിൽ, 50 എന്ന് പറയുന്ന കേസിൽ. ഓക്കെ, ഇനി ഞാൻ എന്നോട് പറഞ്ഞേക്കുന്നു ഷേപ്പ് ഫാക്ടറും ഡെപ്ത് ഫാക്ടറും എല്ലാം യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ. സോ ഈ ഒരു ടേംസ് എല്ലാം എനിക്ക് യൂണിറ്റി ആയിട്ട് എടുക്കാമല്ലോ. ഇത്രയും ഓക്കെയാണ്. സോ ഞാൻ QUൻ്റെ വാല്യൂ എഴുതുവാണ്. QU ഈസ് ഈക്വൽ ടു CNC. ഓക്കെ, ഇത് അപ്ലിക്കബിൾ ചെയ്യുവാണ്. അതായത് ഈ 5=0 നമ്മുടെ NC NQ N ഗാമ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു ചേഞ്ചസ് വരുന്നതാണ് ഞാൻ ഇനി എഴുതാൻ പോകുന്നത്. QE ഈസ് ഈക്വൽ ടു CNC, ഇത് 1 ആയി പോയി, പ്ലസ് NQ 1 ആണ്, ബാക്കിയെല്ലാം 1 ആണ്, അത് 0 ആയിപ്പോയി. ഇപ്പോൾ ഇത്ര മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ അല്ലേ. സോ ഞാനിവിടെ CNC പ്ലസ് ക്യൂവിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഗാമ ഇൻറ്റു DF, ഗാമ ഇൻറ്റു ഡെപ്ത് ഓഫ് ദ ഫൂട്ടിംഗ്. ഇത്രയും ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുവാണ്. എൻ്റെ കൊഹഷൻ എനിക്ക് എത്ര പറഞ്ഞിട്ടുണ്ട്? കൊഹഷൻ 25 kPa എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് 25 ഇൻറ്റു NC 5.14 പ്ലസ് ഗാമ എനിക്ക് എത്ര പറഞ്ഞിട്ടുണ്ട്? യൂണിറ്റ് വെയിറ്റ് 19 kN/m³. 19 ഇൻറ്റു ഡെപ്ത് ഓഫ് ദ ഫൂട്ടിംഗ് എനിക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഡെപ്ത് ഓഫ് ദ ഫൂട്ടിംഗ് ഈസ് 1 meter. ദാറ്റ് ഈസ് 1 meter. ഇത് ഇത്രയും ഞാൻ ചെയ്യുന്നു. ഇനി ഇവിടെ ഒന്ന് മാറ്റിയാണ്. ഓക്കെ, നമ്മളോട് പറഞ്ഞേക്കുന്നത് കൺസിഡറിങ് ദ ഡെപ്ത് മേയർഹോഫ്സ് ബെയറിംഗ് കപ്പാസിറ്റി തിയറി. ഓക്കെ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് വിഡ്ത്ത് ഓഫ് ദ ഫൂട്ടിംഗ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ ഞാൻ നെറ്റ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കുകയാണ്. നെറ്റ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി, ദിസ് ഈസ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി. നെറ്റ് അൾട്ടിമേറ്റ് ഞാൻ കണ്ടുപിടിക്കുകയാണ്. നെറ്റ് അൾട്ടിമേറ്റ് QNU ഈസ് ഈക്വൽ ടു QU മൈനസ്
ഗാമ ഡി എഫ് അല്ലേ? അപ്പോൾ ഈ ക്യൂ യു എന്ന് ഗാമ ഡി എഫിനെ മൈനസ് ചെയ്യും. അപ്പോൾ എനിക്ക് സി എൻ സി തന്നെ കിട്ടത്തില്ലേ? ദാറ്റ് ഈസ് ഈ ഒരു 25 × 5.14 കിട്ടും. 25 × 5.14 ഇത്രയും ഓക്കെ ആണല്ലോ. ഓക്കെ, എന്ത് നെറ്റ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു ക്യൂ യു മൈനസ് ഗാമ ഡി എഫ്. ക്യൂ യു എനിക്ക് എത്ര ഉണ്ട്? 25 × 5.14 പ്ലസ് 19 × 1 അല്ലെങ്കിൽ ഗാമ ഡി എഫ്, സി എൻ സി പ്ലസ് ഗാമ ഡി എഫ്. അപ്പോൾ ഈ ഒരു സാധനത്തിൽ നിന്ന് എനിക്ക് ഗാമ ഡി എഫ് മൈനസ് ചെയ്യുന്നതാണ് ഈ നെറ്റ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി. സോ എനിക്ക് 25 × 5.14 കിട്ടി. ഇനി ഞാൻ നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കുവാണ്. ഓക്കെ, നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കുകയാണ്. ക്യൂ എൻ എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ എൻ യു ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഓക്കെ, ക്യൂ എൻ യു എനിക്ക് എത്ര കിട്ടി? 25 × 5.14 കിട്ടി. ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി എനിക്ക് തന്നിട്ടുണ്ട് 3 ആണെന്ന്. ഇത് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ ആണ് 41.12 kN/m². ഓക്കെ, അപ്പോൾ എനിക്ക് നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റിയും കിട്ടി. ഇനി എന്നോട് പറഞ്ഞേക്കുന്നത് വിഡ്ത്ത് ഓഫ് ദ ഫൂട്ടിംഗ് കണ്ടുപിടിക്കാനാണ്. ഞാൻ എന്തിനാണ് ഇതിവിടം വരെ കണ്ടുപിടിച്ചത്? ഇനി എനിക്ക് എൻ്റെ നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റീനെ ക്യൂ എൻ എസിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ക്യൂ എൻ എസ് ഈസ് ഈക്വൽ ടു നെറ്റ് സേഫ് ലോഡ് ബൈ ഏരിയ. നെറ്റ് സേഫ് ലോഡ് ബൈ ഏരിയ. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ നെറ്റ് സേഫ് ലോഡ് എനിക്ക് എത്ര തന്നിട്ടുണ്ട്? 500 kN. ദാറ്റ് ഈസ് 500 ബൈ ഏരിയ. ഏരിയ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഒരു സ്ക്വയർ ഫൂട്ടിങ്ങിൻ്റെ ഏരിയ B² ആണ് അല്ലേ? സോ B² ഈസ് ഈക്വൽ ടു എൻ്റെ ക്യൂ എൻ എസ് ആയ 41.125. എത്ര സിമ്പിളായിട്ടാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? സോ ഇവിടെ നിന്ന് നമുക്ക് ബി കണ്ടുപിടിക്കാൻ പറ്റും. B² ഈസ് ഈക്വൽ ടു 500 ബൈ 41.125 വരും. സോ ബി എനിക്ക് കിട്ടും 3.48 മീറ്റർ എന്ന് കിട്ടും. ബി ഈസ് 3.48 മീറ്റർ. അതാണ് എൻ്റെ ആൻസർ. 3.48 മീറ്റർ ആണ് ആൻസർ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് a standard penetration test SPT was carried out at a location by using a manually operated hammer dropping system with a 50% efficiency. Recorded SPT value at a particular depth is 28. If an automatic hammer dropping system with 70% efficiency is used at the same location, recorded SPT value ആണ് ചോദിക്കുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് എഫിഷ്യൻസി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് ജസ്റ്റ് നോക്കാം. എഫിഷ്യൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1 number of blows and 1 SPT വാല്യൂ. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. എഫിഷ്യൻസിനെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രൊപ്പോർഷനേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു കാര്യങ്ങളുമായിട്ട് അത് റിലേറ്റ് ചെയ്തിരിക്കും. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നു ഓക്കെ എഫിഷ്യൻസി 50% ആയിരുന്നു. അപ്പോൾ η1 ഈസ് ഈക്വൽ ടു 0.5 ആയിരുന്നപ്പോൾ എനിക്ക് നമ്പർ ഓഫ് ബ്ലോസ് ഈസ് 28 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് ഹാമർ ഡ്രോപ്പിംഗ് സിസ്റ്റം അതിൻ്റെ എഫിഷ്യൻസി η2 0.7 ആണെങ്കിൽ അവിടുത്തെ നമ്പർ ഓഫ് ബ്ലോസ് ആണ് എന്നോട് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ എനിക്ക് എങ്ങനെ എഴുതാം? η1 N1 ഈസ് ഈക്വൽ ടു η2 N2 ഇങ്ങനെ എഴുതാമല്ലോ. സോ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. η1 ഈസ് 0.5 × 28 ഈസ് ഈക്വൽ ടു 0.7 × N2. N2 ആണ് എനിക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ നിന്ന് എനിക്ക് N2 കിട്ടുമല്ലോ. N2 ഈസ് ഈക്വൽ ടു 20 നമ്പർ ഓഫ് ബ്ലോസ് എന്ന് കിട്ടും. 20 SPT വാല്യൂ ആണ് കേട്ടോ, നമ്പർ ഓഫ് ബ്ലോസ് അല്ല. 20 SPT വാല്യൂ. ദിസ് ഈസ് SPT വാല്യൂ. അതായത് അവർ പറഞ്ഞിട്ടേക്കുന്നത് എന്താണ്? എഫിഷ്യൻസി 50% ആയിരുന്നപ്പോൾ അവിടുത്തെ SPT വാല്യൂ റെക്കോർഡ് ചെയ്യപ്പെട്ടത് 28 ആണ്. അവിടെ ഒരു ഓട്ടോമാറ്റിക് ഹാമർ ഡ്രോപ്പിംഗ് സിസ്റ്റം വന്നപ്പോൾ ആ ഒരു ഓട്ടോമാറ്റിക് ഡ്രോപ്പിംഗ് സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി 70% ആയപ്പോൾ അവിടുത്തെ റെക്കോർഡഡ് SPT വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ദാറ്റ് ഈസ് 20. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
So next question is, for the elevation and temperature data given in the table, existing lapse rate in the environment is dash degrees Celsius per 100 meter rounded off to 2 decimal place. Elevation from ground level temperature തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? എക്സിസ്റ്റിംഗ് ലാപ്സ് റേറ്റ്. ഓക്കെ, സോ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? എക്സിസ്റ്റിംഗ് ലാപ്സ് റേറ്റ്. അപ്പോൾ ഞാനതൊന്ന് എഴുതുവാണ്. ദ എക്സിസ്റ്റിംഗ് ലാപ്സ് റേറ്റ് ഇൻ ദ എൻവയോൺമെൻറ്റ്. എക്സിസ്റ്റിംഗ് ലാപ്സ് റേറ്റ് എക്സിസ്റ്റിംഗ് ലാപ്സ് റേറ്റ് ഇൻ ദ എൻവയോൺമെൻറ്റ് എനിക്ക് എങ്ങനെ എഴുതാം? മൈനസ് ഡെൽറ്റ ടി ബൈ ഡെൽറ്റ എച്ച് എന്ന് എഴുതാം. ഓക്കെ, മൈനസ് ഡെൽറ്റ ടി ബൈ ഡെൽറ്റ എച്ച്, ഇത് ടെമ്പറേച്ചറും ഹൈറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൈനസ് ഡെൽറ്റ ടി, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ എലിവേഷൻ. ഓക്കെ, ദിസ് ഈസ് ചേഞ്ച് ഇൻ എലിവേഷൻ ഹെച്ചും ടെമ്പറേച്ചർ വേരിയേഷനുമാണ് കാണിക്കുന്നത്. സോ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡെൽറ്റ ടീനെ ഞാൻ എഴുതുവാണ് 16.9 മൈനസ് 14.2. ഓക്കെ, ചേഞ്ച് ഇൻ എലിവേഷൻ എനിക്ക് എങ്ങനെ എഴുതാം? 325 മൈനസ് 5, 325 മൈനസ് 5. ഓക്കെ, ഇത് ഡിഗ്രി സെൽഷ്യസും ഇത് മീറ്ററുമാണ്. സോ ഞാനിത് ഡിഗ്രി സെൽഷ്യസും കിലോമീറ്ററും ആക്കുമ്പോൾ ഞാനിവിടെ എഴുതുവാണ്. ഇതെനിക്ക് 2.7 ഡിഗ്രി സെൽഷ്യസും വരും, ഇതെനിക്ക് 0.32 കിലോമീറ്റർ എന്നും വരും. ദാറ്റ് ഈസ് എനിക്ക് എന്താണ് ആൻസർ വരുന്നത്? 8.4375 8.4375 ഡിഗ്രി സെൽഷ്യസ് പെർ കിലോമീറ്റർ. ഇങ്ങനെയാണ് എനിക്ക് ആൻസർ വരുന്നത്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മാച്ച് ദ ഫോളോയിങ് എയർ പൊല്യൂട്ടൻ വിത്ത് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് അഡ്വേഴ്സ് ഹെൽത്ത് എഫക്റ്റ്. എയർ പൊല്യൂട്ടൻറ്റും അഡ്വേഴ്സ് ഹെൽത്ത് എഫക്റ്റും തമ്മിലുള്ള ഒരു ബന്ധമാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ എയർ പൊല്യൂട്ടൻ്റ് തന്നിട്ടുണ്ട്, എയർ പൊല്യൂട്ടൻ ഹെൽത്ത് എഫക്റ്റ് ഹ്യൂമൻ ആൻഡ് ടെസ്റ്റ് ആനിമൽ ഇതും തന്നിട്ടുണ്ട്. സോ എയർ പൊല്യൂട്ടൻസ് എന്തൊക്കെ തന്നിട്ടുണ്ട്? ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഓക്സൈഡ്, ഓസോൺ, ഇത്രയും എയർ പൊല്യൂട്ടൻസ് തന്നിട്ടുണ്ട്. എയർ പൊല്യൂട്ടൻ ഹെൽത്ത് എഫക്റ്റ് ഇവർ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? റെഡ്യൂസ് ദ കേപ്പബിലിറ്റി ഓഫ് ബ്ലഡ് ടു ക്യാരി ഓക്സിജൻ, ബ്രോങ്കൈറ്റിസ് ആൻഡ് പൾമണറി എംഫസീമിയ, ഡാമേജ് ഓഫ് ക്രോമസംസ്, കാർസിനോജിക് എഫക്റ്റ്. എങ്ങനെ മാച്ച് ചെയ്യാം? ഇതാണ് ചോദിക്കുന്നത്. എങ്ങനെ മാച്ച് ചെയ്യാം? PQRS. ഓക്കെ, ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്. ഓക്കെ, ഈ ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസിന് നമ്മുടെ ക്രോമസോംസ് ഡാമേജ് ചെയ്യും. ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ക്രോമസോംസിന് ഡാമേജ് ചെയ്യും. പിന്നെ എന്താണ്? കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് നമുക്ക് ഒബ്വിയസ്ലി അറിയാം, റെഡ്യൂസ് ദ ക്യാപ്പബിലിറ്റി ഓഫ് ബ്ലഡ് ടു ക്യാരി ഓക്സിജൻ. ഓക്സിജനിൽ ബ്ലഡ് സപ്ലൈ കുറയ്ക്കും ഈ കാർബൺ മോണോക്സൈഡ്, അല്ലേ? ടു ക്യാരി ഓക്സിജൻ. അപ്പോൾ അത് കറക്റ്റായി. ഇനി സൾഫർ ഓക്സൈഡ് എന്ത് ചെയ്യും? ബ്രോങ്കൈറ്റിസ് ആൻഡ് പൾമണറി എംഫസീമിയാണ് സൾഫർ ഓക്സൈഡ് വരുന്നത്. ഓക്കെ, നൗ ഓസോൺ എന്ന് പറഞ്ഞാൽ കാർസിനോജിക് എഫക്റ്റ് ഉണ്ട്. ഓസോൺ കാർസിനോജിക് എഫക്റ്റ്. സോ ദ 3124 3124 ദ ആൻസർ ഈസ് സി, അല്ലേ? ഓക്കെ, ഈ ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസിന് നമ്മൾ പറഞ്ഞു ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ഓഫ് ഡാമേജ് ഓഫ് ക്രോമസോംസ്. എങ്ങനെയാണ് അവർ ക്രോമസോംസിനെ ഡാമേജ് ചെയ്യുന്നത്? ഈ ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ അവർ എന്ത് ചെയ്യും? DNA കയറി ഇൻഫ്ലുവൻസ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ക്രോമസോംസിനെ ഡാമേജ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഹോൾ ഇൻ ദ ഹോൾഡ് കണ്ടെയ്നർ സിസ്റ്റം ഓപ്പറേറ്റഡ് ഇൻ കൺവെൻഷണൽ മോഡ് ഇൻക്ലൂഡ്. ഓക്കെ, ഹോൾ time spent by the transport truck at the disposal site, time spent by transported truck in traveling between a pickup point and the disposal site with a loaded container, അല്ലെങ്കിൽ time spent by the transport truck in picking up a loaded container at a pickup point, time spent by transport truck in driving from depot to first pickup point. അപ്പം ഹോൾ എന്നാണ് അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റാണ് ചോദിച്ചേക്കുന്നത്. എന്താണ് ഈ ഹോൾ എന്ന് നോക്കാം.
ഹോൾ ഇൻ ഹാൻഡഡ് കണ്ടെയ്നർ സിസ്റ്റം ഓപ്പറേറ്റഡ് ഇൻ കൺവെൻഷണൽ മോഡ് ഇൻക്ലൂഡ്. ഹോൾ എന്ന് പറയുമ്പോൾ ടൈം റിക്വയർഡ് ടു റീച്ച് ദ ഡിസ്പോസൽ സൈറ്റ്. ഓക്കെ, നമുക്ക് ഡിസ്പോസൽ സൈറ്റിൽ റീച്ച് ചെയ്യാൻ എത്തുന്ന സമയം സ്റ്റാർട്ടിംഗ് ആഫ്റ്റർ എ കണ്ടെയ്നർ whose contents are to be emptied has been loaded on the truck plus the time after leaving the disposal site until the truck arrive at the location where the empty container is to be redeposited. ഈ ഹോൾ എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് ട്രക്കിൽ സാധനം കയറ്റിയിട്ട് ഡിസ്പോസൽ സൈറ്റിൽ കൊണ്ടുപോയി ഡംപ് ചെയ്യണം. സോ ദ ടൈം റിക്വയർഡ് ടു റീച്ച് ദ ഡിസ്പോസൽ സൈറ്റ് എങ്ങനെ? സ്റ്റാർട്ടിങ് ഒരു കണ്ടെയ്നർ, ആ ഒരു കണ്ടെയ്നറുള്ള സാധനങ്ങൾ ലോഡ് ചെയ്യണം, എം ഡി ചെയ്യാനുള്ള സാധനങ്ങൾ നമ്മൾ ലോഡ് ചെയ്യുന്നു, ഹാസ് ബീൻ ലോഡഡ് ഓൺ ദ ട്രക്ക് പ്ലസ് എന്താണ് ദ ടൈം ആഫ്റ്റർ ലീവിങ് ദ ഡിസ്പോസൽ സൈറ്റ്. എന്നിട്ട് കൊണ്ടുപോയി ട്രക്ക് എം ഡി ചെയ്തിട്ട് ഡിസ്പോസൽ സൈറ്റിൽ നിന്ന് ലീവ് ചെയ്യുന്നു. അണ്ടിൽ എപ്പം വരെ? അണ്ടിൽ ദ ട്രക്ക് അറൈവ്സ് അറ്റ് ദ ലൊക്കേഷൻ വേർ ദ എം ഡി ട്രക്ക് കൊണ്ടുവന്ന് റീഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ സമയം വരെയാണ് നമ്മൾ ഹോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ദ ഓപ്ഷൻ ഈസ് ബി, ടൈം സ്പെൻഡ് ബൈ ദ ട്രാൻസ്പോർട്ട് ട്രക്ക് ഇൻ ട്രാവലിംഗ്. എപ്പോഴൊക്കെയാണ്? ബിറ്റ്വീൻ എ പിക്കപ്പ് പോയിന്റ്, ഒരു പിക്കപ്പ് പോയിന്റിൽ നിന്ന് അവിടെ നിന്ന് സാധനങ്ങൾ ട്രക്കിൽ കയറ്റുന്നു ആൻഡ് ദ ഡിസ്പോസൽ സൈറ്റ് വിത്ത് എ ലോഡഡ് കണ്ടെയ്നർ. ആ ഒരു സമയത്തിനാണ് നമ്മൾ ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ കോണ്ടെക്സ്റ്റ് ഓഫ് വാട്ടറിലും വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിലും കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പർട്ടിക്കുലേറ്റ് മാറ്റർ മേ ഷീൽഡ് മൈക്രോ ഓർഗാനിസം ഡ്യൂറിങ് ഡിസിൻഫെക്ഷൻ. പർട്ടിക്കുലേറ്റ് മാറ്റർ ഡിസിൻഫെക്ഷൻ പ്രോസസ്സിൽ മൈക്രോ ഓർഗാനിസത്തിന് ഷീൽഡ് ചെയ്യുന്നു. അമോണിയ ഡിക്രീസസ് ക്ലോറിൻ ഡിമാൻഡ്. അമോണിയ ക്ലോറിൻ ഡിമാൻഡിനെ കുറയ്ക്കുന്നു. ഫോസ്ഫറസ് സ്റ്റിമുലേറ്റ് ആൽഗൽ ആൻഡ് അക്വാട്ടിക് ഗ്രോത്ത്. ഫോസ്ഫറസ് ആൽഗൽ ഗ്രോത്തിനെയും അക്വാട്ടിക് ഗ്രോത്തിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. കാൽസ്യം ആൻഡ് മഗ്നീഷ്യം ഇൻക്രീസസ് ഹാർഡ്നെസ് ആൻഡ് ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്. എന്തൊക്കെയാണ് വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ദ ആൻസർ ഈസ് എ സി ഡി. ദാറ്റ് ഈസ് particulate matter may shield microorganism during disinfection. ഫോസ്ഫറസ് സ്റ്റിമുലേറ്റ് ചെയ്യും ആൽഗൽ ഗ്രോത്തിനെയും അക്വാട്ടിക് ഗ്രോത്തിനെയും. കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം ഹാർഡ്നെസ് കൂട്ടുകയും ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ് കൂട്ടും. അല്ലേ? ഓക്കെ, ദിസ് ഈസ് ദ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ തിയററ്റിക്കൽ എയറോബിക് ഓക്സിഡേഷൻ ഓഫ് ബയോമാസ്. ഓക്കെ, ബയോമാസ് തന്നേക്കുന്നത് എന്താണ്? C5H7O2N. ഇതാണ് ബയോമാസ്. ഇതിൻ്റെ തിയററ്റിക്കൽ എയറോബിക് ഓക്സിഡേഷൻ ഓഫ് ബയോമാസ് ഈസ് ഗിവൺ ബിലോ. ദിസ് പ്ലസ് 5O2 gives 5CO2 plus NH3 plus 2H2O. ഇതാണ് കെമിക്കൽ റിയാക്ഷൻ തന്നേക്കുന്നത്. ബയോകെമിക്കൽ ഓക്സിഡേഷൻ ഓഫ് ബയോമാസ് ഈസ് അസ്യൂംഡ് ആസ് ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ with a rate constant 0.23 per day at 20 degrees Celsius logarithmic to base E. Neglecting second stage oxygen demand from its biochemical oxidation, ratio of BOD5 at 20 degrees Celsius to total organic carbon. This is 20 degrees Celsius to total organic carbon TOC of biomass ആണ് ചോദിച്ചേക്കുന്നത്. റൗണ്ടഡ് ഓഫ് ടു 2 decimal place കൺസിഡറിങ് അറ്റോമിക് വെയ്റ്റ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ഇതെല്ലാം തന്നിട്ടുണ്ട് റെസ്പെക്റ്റീവ്ലി. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? ദ റേഷ്യോ ഓഫ് BOD5 at 20 degrees Celsius ടു ടോട്ടൽ ഓർഗാനിക് കാർബൺ ആണ് ചോദിച്ചേക്കുന്നത്. അല്ലേ? സോ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? C5H7O2N. ഇതിൽ നിന്ന് ടോട്ടൽ ഓർഗാനിക് കാർബൺ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ടോട്ടൽ ഓർഗാനിക് കാർബൺ ഈസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം? 5 ഇൻറ്റു കാർബണിൻ്റെ അറ്റോമിക് വെയ്റ്റ് എത്രയാണ് തന്നേക്കുന്നത്? 12 അല്ലേ? 5 ഇൻറ്റു 12 ദാറ്റ് ഈസ് 60 ഗ്രാം എന്ന് കിട്ടി. ഇനി ഇത് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് 5 ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. എത്ര കിട്ടും? നമുക്ക് 160 ഗ്രാം എന്ന് കിട്ടും കേട്ടോ. 160 ഗ്രാം എന്ന് കിട്ടും. നിങ്ങൾ ചെയ്തെടുത്താൽ മതി. 5 ഇൻറ്റു ഓക്സിജൻ്റെ മോളിക്കുലാർ വെയ്റ്റ്, അറ്റോമിക് വെയ്റ്റ് മൾട്ടിപ്ലൈഡ് ബൈ 2. ഇനി
നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനത്തിന് നമുക്ക് BOD5 20 ഡിഗ്രി സെൽഷ്യസ് ആണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്.